പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം കൂടി കർത്താവിൻ്റെ തിരുവചനം പറയാൻ കഴിഞ്ഞതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ദൈവം തന്ന എല്ലാ കൃപകൾക്കും ഈശോയോട് നന്ദി പറയുന്നു. ഒരു വാക്കുകൊണ്ട് തീരില്ല കർത്താവിനോടുള്ള നന്ദി. നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രത്യേകമായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുവാനും നിങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവിടുന്ന് മാറ്റിത്തന്ന് നിങ്ങൾക്ക് താങ്ങായി തണലായി എത്രയും പെട്ടെന്ന് മാറുവാനും അവിടുന്ന് കൃപ ചൊരിയട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനും നിത്യജീവൻ പ്രാപിക്കാനുമുള്ള കൃപ അവിടെ നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചനം സങ്കീർത്തനം 138 സങ്കീർത്തനം 7 തിരുവചനം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. ആമേൻ. കർത്താവിൻ്റെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ തിരുവചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുവാണ്, നീ കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും ഞാൻ നിന്നെ ജീവിപ്പിക്കുമെന്ന്. ഇതിലും വലിയ വാഗ്ദാനം കർത്താവ് നമുക്ക് എന്താണ് തരാനുള്ളത്? അവിടുത്തെ വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ഏത് കഷ്ടതയിലാണെങ്കിലും അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും, അവിടുന്ന് നമ്മളെ തൊടും. നാം വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നാൽ മതി. ഏത് പ്രതിസന്ധിയിലും ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കില്ല, അവിടുന്ന് നമ്മളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ മഹത്വം ഈശോയ്ക്ക്. നന്ദി.